ഹായ് മക്കളെ, പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സ് ഉണ്ട്. പ്രധാനമായും നമ്മളെ കേരള എഞ്ചിനീയറിംഗ് ഓപ്ഷൻ രജിസ്ട്രേഷൻ, എഞ്ചിനീയറിംഗ് മാത്രമാണ്, മറ്റൊന്നും തുടങ്ങിയിട്ടില്ല. ഫാർമസി, മെഡിക്കൽ അലൈഡ് ഒന്നും തുടങ്ങിയിട്ടില്ല. എഞ്ചിനീയറിംഗ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ജൂലൈ 18 വരെ നീട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് MCC അലോട്ട്മെന്റ് ആണ്. ജൂലൈ 21. ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്, കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് ഈ സംസ്ഥാനങ്ങളിലെ 15% സീറ്റുകളിലേക്ക്, ഗവൺമെന്റ് സീറ്റുകളിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും MCC അലോട്ട്മെന്റിൽ പങ്കെടുക്കുക. AFMC, എയിംസ്, ജിപ്മർ, ESI കോളേജുകൾ ഇതിലേക്കൊക്കെയുള്ള അലോട്ട്മെന്റ്, ഡീംഡ് യൂണിവേഴ്സിറ്റി ഇതിലേക്കൊക്കെയുള്ള അലോട്ട്മെന്റ് MCC കോട്ട വഴി തന്നെ MCC അലോട്ട്മെന്റ് വഴിയാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും ജൂലൈ 21 മുതൽ പങ്കെടുക്കുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കേരളത്തിലുള്ള മെഡിക്കൽ അലൈഡ് കോഴ്സുകളും ഫാർമസിയും ഓഗസ്റ്റ് 2ാം വാരത്തിൽ ആരംഭിക്കും. കേരളത്തിൽ മെഡിക്കൽ അലൈഡ്, അതായത് വെറ്റിനറി, അതേപോലെ തന്നെ അഗ്രികൾച്ചർ, പിന്നെ ഫോറസ്ട്രി, ഫിഷറീസ്, ഫാർമസി കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെന്റ് ഒക്കെ ഓഗസ്റ്റ് 2ാം വാരത്തിൽ മാത്രമേ ആരംഭിക്കൂ. പിന്നെ കേരളത്തിലുള്ള നീറ്റ് സ്കോർ, കേരളത്തിലെ കുട്ടികൾക്ക് സിന്റെ സൈഡിൽ നീറ്റ് സ്കോർ അപ്ലോഡ് ചെയ്യാനുള്ള സമയം ഈ വരുന്ന ദിവസങ്ങൾ, ഈ ആഴ്ച തന്നെ ഉണ്ടാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പ്രധാനമായിട്ട് വന്നിരിക്കുന്ന മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടിയുടെ വെരിഫിക്കേഷൻ ആണ്. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾ ജൂലൈ 16 മുതൽ 23 വരെ അവരുടെ മെഡിക്കൽ വെരിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിനു മുമ്പായിട്ട് അവരുടെ പെർഫോമൻസ് ഡൗൺലോഡ് ചെയ്യണം. അവരുടെ സൈറ്റിൽ അതിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് നോക്കി പെർഫോമൻസ് ഡൗൺലോഡ് ചെയ്ത് തിരുവനന്തപുരത്ത് നടക്കുന്ന ആ മെഡിക്കൽ എക്സാമിനേഷന്, മെഡിക്കൽ അനാലിസിസ് എക്സാമിനേഷനിലെ വെരിഫിക്കേഷൻ എക്സാമിനേഷൻ അവരുടെ സ്ലോട്ട് ബുക്കിംഗ് ചെയ്യണം. അത് 23 ഉള്ളിലാണ് ചെയ്യേണ്ടത്. ആ കാര്യം ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ട് കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റി CUET സ്കോർ വെച്ചിട്ട് വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും ഡൽഹി യൂണിവേഴ്സിറ്റി, പല യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഏതൊക്കെയാണ് CUET സ്കോർ വെച്ചിട്ട് എവിടെയൊക്കെ പോകാൻ ആഗ്രഹമുണ്ട്, ഏതൊക്കെ സംസ്ഥാനത്ത് പോകാൻ ആഗ്രഹമുണ്ട്, അതൊക്കെ ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം, CUETന്റെ അലോട്ട്മെന്റും കൂടെ കൊടുക്കാൻ തുടങ്ങുക. അതേപോലെ തന്നെ ഐസറിന്റെ അലോട്ട്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ്. കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം. താങ്ക് യു.